അതിരാവിലെ തന്നെ കണി കണ്ടുണർന്നത് നല്ല ഒന്നാന്തരം ഇന്തോനേഷ്യൻ ഭക്ഷണ വിഭവങ്ങളാണ്. ഇവിടെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയാണ്. അതിഥിയെ ഭക്ഷണ വൈവിധ്യങ്ങൾ കാട്ടി സന്തോഷിപ്പിക്കുന്നതിലും അധികം വലിയ സന്തോഷം അവർക്ക് മറ്റൊന്നും കിട്ടാനില്ല. ഈ ഇലയിൽ പൊതിഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് അടയല്ല, ഇത് ഇവരുടെ ഒരു തരം ചോറാണ്. അതുകൂടാതെ പഴംപൊരിയുടെയും ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ അപരനെ നമുക്ക് രാവിലെ തന്നെ കണി കാണാം. ഹലോ, നമസ്തേ, എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഇതാങ്ങ് ഇന്തോനേഷ്യയുടെ ജാവ ഐലൻഡിലെ ടാസിക് മലായ എന്ന് പറയുന്ന പ്രൊവിൻസിലെ തരാജൂന് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നൊരു ഇന്ത്യക്കാരൻ, ആദ്യമായിട്ട് വരുന്നൊരു മലയാളി ഒക്കെ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് എനിക്കൊരു സ്നേഹ വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതിരാവിലെ ഇവിടെ ബാങ് വെന്നിൻ്റെയും അതുപോലെ തന്നെ എർവിൻ്റെയും കൂടെ ഇവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ ഒരു നാട് കാണാനായിട്ട് ഇറങ്ങുകയാണ്. വേറെയും കാഴ്ചകൾ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും ഇതാ ടെറേസ് ഫാമിങ്ങും അതുപോലെ തന്നെ തേയിലകളും ഒക്കെ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഈ ഒരു സുന്ദരമായ ദേശത്ത് നിന്നും വീണ്ടും സ്വാഗതം. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഇന്നത്തെ ദിവസത്തേക്ക് എന്നെ കാണിക്കാനുള്ള കാഴ്ചകളൊക്കെ റെഡിയാക്കി സെറ്റായിട്ടുണ്ട്. 1, 2, 3 ഇന്ന് 3 വണ്ടിയുണ്ട് കേട്ടോ. എർവിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ വന്നിട്ടില്ലായിരുന്നു. ആ പുള്ളിക്കാരൻ ഇന്ന് രാവിലെ തന്നെ പുറത്ത് എവിടെയോ പോയിട്ടുണ്ട്. മേ ബി ഉച്ച കഴിയുമ്പോഴത്തേക്കും എത്തുമായിരിക്കും കേട്ടോ. ഞാൻ ഈ വണ്ടിയിലാണ് പോകുന്നത്. പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. ഇതുണ്ടല്ലോ ഹോണ്ടയുടെ അസ്ട്രയ എന്ന് പറയുന്നൊരു വണ്ടിയെ. ഓക്കെ, 1998 മോഡല്, 1998 മോഡലാണ്. നമ്മുടെ M80 ഏകദേശം അതുപോലെയൊക്കെ ഉള്ളൊരു വണ്ടിയെ. ആഹാ, നൈസ്. നമ്മൾ വന്ന ആ ഒരു ദിവസമേ ഈ ഒരു റോഡിൻ്റെ ടാറിങ് നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ഒരു ടാറിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. മേലെ വരെ റോഡ് റെഡിയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വെസ്റ്റ് ജാവ ഐലൻഡിലുള്ള ഒരു ഇൻറ്റീരിയർ വില്ലേജാണ്. ഇവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടത് കുറേയധികം, ഏകദേശം ജക്കാർത്തയിൽ നിന്നും 12 മണിക്കൂറിന് മേലെ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ ഒരു നാട് ഒരു ടൂറിസ്റ്റ് ഗ്രാമമൊന്നുമല്ല. ഞാൻ ഈ ഒരു ഇൻറ്റീരിയർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മളുടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്ത നമ്മളുടെ ജാക്കിയനോട് പറഞ്ഞിട്ട് ജാക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള ബാങ്ക്വെന് മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ബാങ്ക്വെനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരു ടൂറിസം സ്ഥലത്ത് ഉണ്ടാവുന്ന കാഴ്ചകളല്ല, ഇവിടുത്തെ ആളുകളുടെ ഗ്രാമക്കാഴ്ചകളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടാവുക. എല്ലാവരും പ്രത്യേകം അത് ഓർക്കണം. ആദ്യം തന്നെ ഇവിടെയുള്ള ഏതോ ഒരു വീട്ടിലോട്ട് വന്നു. ഇവിടെ എന്താണോ എന്തോ ഇവിടെ ഉണ്ടല്ലോ ഒരു പുതിയ മസ്ജിദിൻ്റെ പണി നടക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള പഴയ ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെ എല്ലാം ഫ്രണ്ട്സ്, നാട്ടുകാർ, ഗ്രാമവാസികൾ ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവനിപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഭാഷ അറിയാത്തതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അറിയോ എന്ന് ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ. ഇതെല്ലാം ഈ ഒരു നാട്ടിലെ ആളുകളാണ്. ഇത് ഇവിടുത്തെ ഒരു നോർമൽ, ഇവിടെ അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് മോഡേൺ ആയിട്ടുള്ള വീടുകളാണ് പണിയുന്നത്. അതുകൂടാതെ അവിടെ നമ്മുടെ ഏലത്തിൻ്റെ കൃഷിയൊക്കെ, പറമ്പിൽ ഏലവും അതുപോലെ തന്നെ മാവും പ്ലാവും തെങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഓക്കെ ഇങ്ങനെ കൈ കൊടുത്തിട്ട്, നോർമലി അങ്ങനെയല്ല കേട്ടോ, കൈ കൊടുത്തിട്ട് കയ്യിലിങ്ങനെ ഈ തലയിൽ വെക്കുന്ന പോലത്തെ ഒരു പരിപാടി ഇവർ ചെയ്യും. അങ്ങനെയാണ് നോർമലി വെൽക്കം ചെയ്യാറുള്ളത് പ്രായമായ ആൾക്കാരെ. അമ്മേ ഇങ്ങോട്ട് വിളിക്കുന്നത് അത് ഇടിക്കുന്ന കാണിക്കാനാണ്. ഞാൻ വന്ന ആവേശത്തിലിടിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇതല്ല ഇവിടുത്തെ കുരുന്നുകൾ കേട്ടോ, പുതുതലമുറ. ഈ ഒരു ഭാഗങ്ങളിലെ വീടുകൾ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഒരു ഗ്രാമത്തിൻ്റെ മറ്റൊരു ആ ഒരു പാടത്തിൻ്റെ ഭാഗത്തേക്കുള്ള വീടുകളുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ. ഈ പുള്ളിയുടെ വീട്ടിലോട്ട് വന്നേ നമ്മൾ. പുള്ളിക്കാരനെ ഇവിടെ കൂണിൻ്റെ കൃഷി ഉണ്ട്. അതുകൂടാതെ ആടുകൾ. ഓക്കെ, വീടിൻ്റെ ചുറ്റുപരിസരമൊക്കെ എന്നെ കാണിച്ചു തരികയാണ് കേട്ടോ. ചെമ്മരി ടൈപ്പ് ആടുകളുണ്ട്. ഇത് ഏത് ടൈപ്പ് ആടാണോ എന്തോ, അത് രോമം കണ്ടിട്ട് ചെമ്മരി പോലെയുണ്ട്, പക്ഷെ അല്ല, അതിന് കൊമ്പൊന്നുമില്ല. സുന്ദരനുണ്ട് കേട്ടോ. ആളുകൾക്ക് പിന്നെ ഭാഷ എന്നൊരു വിഷയമല്ലല്ലോ. എന്നാലും ഇവരുടെ പറമ്പിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കും കാണാമല്ലോ. ഇവിടെ മീൻ കൃഷിയുണ്ട്. ഫിഷ്, ക്യാറ്റ് ഫിഷ്. Catfish pond.
ഓക്കെ, അവിടെ വേറെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ. മീൻ തന്നെയാണ്. ആ, ഇവിടെ ഉണ്ട് കേട്ടോ മീനെ. യെസ്. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങൾ തിരിച്ചിട്ട് മീൻ വളർത്തലുകൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ അല്ലാതെ വലിയ കുളങ്ങളിൽ മീനുകൾ വളർത്തുന്നത്. ഈ നാട്ടിൽ മീൻ വളർത്തലൊരു കോമൺ ആണ് കേട്ടോ. ഏതെന്നറിയാമോ, നമ്മുടെ ഒരു മുഷി ടൈപ്പ് സാധനമില്ലേ, അത് തന്നെയാണ്. ഇത് ചെറുമുഷിയാണ്. ഓക്കെ, അത് തന്നെ മുഷിയുടെ ടൈപ്പ് സാധനം. ഇവരുടെ ഒരു തനത് ഗ്രാമവീട് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാങ്മൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നെയാണ്. ഇവരുടെ വീടും അതിൻ്റെ ചുറ്റുപരിസരത്തുള്ള കൃഷിയിടങ്ങളും ഒക്കെ എന്നെ കാണിക്കാനായിട്ട്. നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവർ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ചോറും അതുപോലെ തന്നെ നൂഡിൽസ്, മുട്ടയൊക്കെയാണ് കേട്ടോ ഇവരുടെയും ഭക്ഷണം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകളെല്ലാം പ്രധാനമായിട്ടും ഈ അരി ഭക്ഷണം തന്നെ, ചോറ് തന്നെയാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ബൈ ബൈ, തെർമക്കാശി. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകാമല്ലോ. ഇങ്ങനെ ആളുകളെ കാണുക, ഇവരുടെ ജീവിതം കാണുക ഒക്കെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. കപ്പ കൊണ്ടുണ്ടാക്കിയ വേലിയാണ് കേട്ടോ, കപ്പ വേലി. ഇവിടെ ഈ കപ്പ വളർത്തുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് അതിൻ്റെ കിഴങ്ങെടുക്കാം, പിന്നെ ഇതിൻ്റെ ഇലയെ ഇവർ ഈ മീനുകൾക്ക് തിന്നാൻ കൊടുക്കും കേട്ടോ. നാട്ടുവഴികൾ പൊതുവെ അത്യാവശ്യം പോയ റോഡുകളൊക്കെ തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ ഇവർ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള 2 വീലേഴ്സാണ് കേട്ടോ. ഗ്രാമത്തിൻ്റെ ചെറിയൊരു ടൗണ് പോലത്തെയുള്ള മേഖല. ഇവിടെയുള്ള പലചരക്ക് കടകളും മറ്റ് സാധനങ്ങളും പിന്നെ വീട്ടുകാരും ഇതെല്ലാം ഷോപ്പാണ്. അതൊരു മില്ലാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടുത്തെ സ്കൂള്. പിള്ളേരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഇവിടുത്തെ പുതുതലമുറ പിള്ളേരാണ്. രാവിലെ പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് വന്നേക്കുന്നതാണ്. തുടങ്ങിയിട്ടില്ല ക്ലാസ്. നമ്മൾ അതിരാവിലെ തന്നെ ഗ്രാമം കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു അവധിയാണ്, അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും സ്കൂളിൽ പഠിക്കാൻ വന്നതല്ല കേട്ടോ, അവർ കളിക്കാനായിട്ട് വന്നേക്കുന്നതാണ്. അതാണ് നമ്മൾ യൂണിഫോമിൽ കാണാത്ത പിള്ളേരെ, അല്ലെങ്കിൽ യൂണിഫോം ഉണ്ടാവും. മെയിൻ റോഡ് പോലത്തെ വഴി അവസാനിച്ച് ഇനി അങ്ങോട്ട് ഫുള്ള് ഓഫ് റോഡാണ്. ആക്ച്വലി ഉണ്ടല്ലോ അങ്ങ് കാണുന്ന ലുംബുങ് എന്ന് പറയുന്ന മലയില്ലേ, ആ മലയുടെ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആളുകൾ, നമ്മളൊക്കെ അറിയാതെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു. അവരുടെ ഫാമിലിയും അവരുടെ കൃഷികളും ഒക്കെ ആയിട്ട് അല്ലേ. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ഥലത്തെപ്പറ്റി അറിയുന്നത്. നമ്മളറിയാതെ എത്രയോ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നു. ഇവിടം വരെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇതല്ല വഴി അങ്ങോട്ടേക്ക് പോകാനുള്ളത്, വേറെയാണ് വഴി. അന്നേരം തിരിച്ചു പോവുകയാണ് കേട്ടോ, വഴി തെറ്റിയതാണ്. ഇതുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനാണ്. പച്ചക്കറി കടയാണ് കേട്ടോ അതാ കാണുന്നത്. ആ ഒരു വണ്ടിയിലേക്ക് കണ്ട, ഈ ചെറിയ വണ്ടിയിൽ ഒരു ഫാമിലിക്ക് വേണ്ട സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി കടയുമായിട്ട് ഇവരിങ്ങനെ മല കയറി ഓരോ വീടുകളുടെ മുമ്പിലേക്ക് എത്തും. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം കഴിഞ്ഞു പോരുന്നത്. കൊള്ളാം അല്ലേ? ഓടുന്ന പച്ചക്കറി കട നല്ല ഓഫ് റോഡാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറാൻ. ലുംബുങ് മൗണ്ടൻ. ഓക്കെ, ദൈവമേ അതിൻ്റെ പൊക്കത്ത് കയറാനുള്ള പരിപാടിയാണോ? ഓക്കെ ഗോ. കയറാനാണെങ്കിൽ നമ്മളിന്ന് വെള്ളം കുടിക്കും കേട്ടോ. ഇതിൻ്റെ ചുവട്ടിലേ ഇതുണ്ടോ കപ്പ കൃഷിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റൊക്കെ എടുക്കുന്ന ചെറിയൊരു റെസ്റ്റ് ഏരിയ പോലത്തെ ഒരു വീടുമല്ല, ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഷെൽട്ടർ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടി കപ്പയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നടുന്ന പോലെ വലിയ കൂട് എടുത്തിട്ടല്ല ഇവർ കപ്പ നടുന്നത്. പ്ലെയിനായിട്ട് തന്നെയുള്ള ഏരിയയിൽ അങ്ങോട്ടങ്ങ് നടുകയാണ്. ഇവിടെ ആ ഒരു മലയുടെ അടിവാരത്ത് ഇതുണ്ടെങ്കിൽ ആ മണ്ണൊക്കെയുള്ള ഭാഗത്ത് തട്ടുതട്ടായിട്ട് തന്നെ പലതരത്തിലുള്ള കൃഷികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മലയിലേക്ക് കയറുന്നതിന് അതുണ്ടെങ്കിൽ ഒറ്റ കല്ലാണ്, നല്ല തെന്നി തെറിച്ച് കിടക്കുന്ന, ഏകദേശം ഒരു 80 ഡിഗ്രി ചെരിവിൽ ആ ഒരു കല്ല് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അതിന് മേലോട്ട് കയറില്ല. ഓ സമാധാനമായി. എന്തായാലും നമ്മൾ കയറുന്നില്ല കേട്ടോ. ഓ സമാധാനമായി. ഞാനൊന്ന് പേടിച്ചു, ദൈവമേ പടിയാകുമെന്ന്.
ഇവിടെയുള്ള മറ്റു മൗണ്ടൻസിൽ നിന്നൊക്കെ ഈ ഒരു മൗണ്ടൻ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഒരു ത്രികോണ ഷേപ്പിലാണ് ഈ ഒരു മൗണ്ടൻ കിടക്കുന്നത്. ഈ ലുമ്പുങ് എന്ന് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു നെൽകൃഷിക്കൊക്കെ ശേഷം കിട്ടുന്ന നെല്ലില്ലേ അത് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ലുമ്പുങ് എന്ന് പറയുന്നൊരു ഹൗസ് ഉണ്ട് ഇവർക്ക് നെൽപ്പാടത്തിൻ്റെ നടുക്ക്. അതേപോലെ തന്നെ ഷേപ്പാണ് ഇതിനുള്ളത്. അങ്ങനെയാണ് ഈ ഒരു മൗണ്ടന് ആ ഒരു പേര് വന്നത് കേട്ടോ, ഉണ്ടൂർ. ഇവിടെ ഇതാ ഇവരെ നേരപ്പത്തേക്ക് ഉണ്ടൂറിനെ പിടിക്കുക. ഉണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴിയാനയ്ക്ക് ഉണ്ടൂർ എന്നാണ് കേട്ടോ പറയുന്നത്. കുഴിയാന, ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. വി ഓൾസോ ഹാവ് കുഴിയാന, നമ്മുടെ കുഴിയാന. വാട്ട് മെഡിസിൻ for ഡയബറ്റിക്. ഓ, അതായത് ഇവര് പ്രമേഹത്തിന് അതിനുള്ള മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുഴിയാനെ യൂസ് ചെയ്യുന്നത്. ഓക്കേ, അത് പുതിയ അറിവാണ് കേട്ടോ എനിക്ക്. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ ഇല്ലേ, അതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്തിട്ട് മെഡിസിൻ ഉണ്ടാക്കും അത്രേ. ചോടാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലേ? ഇവരിതിനെ കഴിക്കുകയും കൂടി ചെയ്യും കേട്ടോ. ഓക്കെ, ഇവിടുത്തെ മണ്ണ് കണ്ടോ നിങ്ങൾ? പാറയൊന്നും ഇല്ലാത്ത ടൈപ്പ് നല്ല മണ്ണാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ വലിയ ഉറപ്പില്ലേ, ഇത് കളച്ചിട്ടതാണെങ്കിലും അതിൻ്റെ അടിയിലുള്ള മണ്ണ് ഇത് കണ്ടോ, അവിടെ നിന്ന് കിളയ്ക്കാത്തതാണ്. അതിൻ്റെ അടിയിലുള്ള മണ്ണും ആ ഒരു ടൈപ്പാണ്, തെരി പോലത്തെ. അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഇവർ ഈ ഒരു കൂടൊന്നും കുത്താതെ, അതായത് കപ്പക്കൂടെന്നാണ് നമ്മൾ പറയുന്നത്, അതും കുത്താതെ ഇവിടെ കപ്പ നടുന്നത്. പിന്നെ ഇവിടെ കപ്പയുടെ റേറ്റ് എത്രയാണെന്നറിയാമോ? ഇവരുടെ 5000 രൂപ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 26 രൂപ ആ ഒരു റേഞ്ചാണ് 1 കിലോ കപ്പയ്ക്ക് ഇവിടെ വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന ഭാഗമില്ലേ, ഇതാ ഒരു മലയുടെ അടിവാരം അങ്ങ് താഴോട്ടൊക്കെ. ശരിക്കും ഇത് മുമ്പ് കാടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ കാടില്ലാണ്ടാകുകയാണ്. പക്ഷേങ്കിൽ ഈ കാട്ടിലുള്ള ടൈപ്പ് പുലിയില്ലേ, ഈ ലെപ്പേഡ്സ്, മൗണ്ടൻ ലെപ്പേഡ് എന്നാണ് ഇവർ പറയും. ഇവർ അതിന് വേറെന്തൊരു പേര് പറയും ലോക്കൽ, മൗണ്ടൻ ലെപ്പേഡാണ് സാധനം. അതിവിടെ ഉണ്ടത്രേ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷിക്ക് വരുന്ന ആളുകളെയും അതുപോലെ തന്നെ ഇവരുടെ മൃഗങ്ങളെയൊക്കെ ആക്രമിക്കാറുണ്ടെന്നേ. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ള ആളുകൾ. നമ്മളെ വരുമ്പോൾ കണ്ട ആ ഒരു പിള്ളേരില്ലേ, ഇതെന്ത് കയ്യിലെന്തോ ഉണ്ട് കേട്ടോ, ബിസ്ക്കറ്റും മറ്റ് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെയാണ് എന്ന് തോന്നുന്നു. അതെ, അപ്പം ഇതെന്തോ വാങ്ങാനായിട്ടാണ് കേട്ടോ ഇവരിന്ന് സ്കൂളിലോട്ട് വന്നത്. വെറുതെ അല്ല, പിള്ളേരുടെയൊക്കെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം. ഇതെല്ലാം വരുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട് കേട്ടോ ഓരോ കവർ, 2 കവർ വീതം, ഒരു മഞ്ഞ കവറും ഒരു ചുവന്ന കവറും. എന്തോ വിൽക്കാനുള്ള സാധനമായിട്ട് ഇതാ ഒരു ചേട്ടൻ മല കയറി തുടങ്ങി. ബാസോ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫുഡുണ്ട്, ആ ഫുഡ് വിൽക്കുന്ന ഒരു വണ്ടിയാണ് ആ പോയത്. ഓരോ ഗ്രാമത്തിലുണ്ടല്ലോ ഇതുപോലത്തെ ഫുട്ബോൾ അല്ലല്ലോ, ഈ വോളിബോൾ അതുപോലെ തന്നെ ഷട്ടിലൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടുകളുണ്ട്. ഈ വീടിന് മുമ്പിലൊക്കെ ഉണക്കായിട്ടേക്കുന്നത് നമ്മളെ കണ്ട ആ ഒരു കാടമം, ഇവർ കൃഷി ചെയ്യുന്ന ആ ഒരു കാടമാണ് കണ്ടോ ഈ ഒരു സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം എർവിൻ ഇതാ മുമ്പിലുള്ള ആ ഒരു ചാമ്പ മരത്തിലേക്കാണ് വലിഞ്ഞു കയറുന്നത്. ചാമ്പങ്ങ കൊണ്ട് ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, നമുക്ക് അതുണ്ടാക്കി കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ആയിക്കോട്ടെ. ഉയരം കൂടുന്നതിനാണ് ടേസ്റ്റ് കൂടുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് അതിൻ്റെ അങ്ങ് ടോപ്പിലേക്ക് കയറിയേക്കുന്നത്. നല്ല രീതിക്ക് ചാമ്പങ്ങ ഉണ്ടാകുന്നുണ്ട്, അത്യാവശ്യം നല്ല വലിയ ചാമ്പങ്ങ കൂടിയാണ് കേട്ടോ ഇവിടെ. ശരിക്കും ഈ ചാമ്പങ്ങക്കാലമൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കൊക്കെയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ചാമ്പങ്ങയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് കഴിച്ച ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ഇവർ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള ഒരു മുളകും അതുകൂടാതെ ശർക്കരയാണ് എന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു സാധനവും പിന്നെ ചാമ്പങ്ങയൊക്കെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു പ്രത്യേക തരം ചട്നി കേട്ടോ. അത് കൂട്ടിയിട്ടാണ് ഇവർ ഇത് കഴിക്കുക. ടോങ് ഡോങ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. ഓക്കെ, നമ്മുടെ അമ്പഴങ്ങ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് കൊണ്ടുവന്ന് തന്നെ എനിക്ക്. അമ്പഴങ്ങയുടെ വലിയ അമ്പഴങ്ങ ഇതിൻ്റെ അകത്ത് മുക്കിയിട്ട് കഴിക്കുക, അതാണ് കേട്ടോ വേണ്ടത്. ഇതും അങ്ങനെ ഇതും അങ്ങനെ തന്നെ കുറച്ച് മുക്കാം, അധികം മുക്കണ്ട. നല്ല അത്യാവശ്യം എരിവുണ്ടെങ്കിൽ പണി കൊള്ളും. അങ്ങനെ മുക്കുന്നു.
ഗുഡ്. നമ്മളെ വീണ്ടും ഇറങ്ങി. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാം ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകാം, അതിന്റെ കാഴ്ച കാണാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആൾക്കാരെ നമുക്ക് കുക്കൊക്കെ ചെയ്ത്. ഓക്കെ, ആരൊക്കെ കണ്ട? അത് പള്ളിയാണ് കേട്ടോ. ഈ ഗ്രാമത്തിന്റെ മൂലയെ നമ്മൾ അരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ഒരു ശവപ്പറമ്പാണ് കേട്ടോ. കണ്ടങ്ങള് നമ്മളെ അടുത്തൊരു കൃഷിയിടത്തിന് നടുക്കുള്ള ഒരു വീട്ടിലേക്കാണ് വന്നത്. കണ്ടോ, വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീട്. മരത്തിൻ്റെ മേലെ ഒരു തൂണിൽ പൊക്കിയാണ് കേട്ടോ ഇവിടെ തേക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്താണ് എന്നുള്ളത് അറിയാമോ? ഹായ്, മരം കൊണ്ടാണല്ലോ ഇവിടുത്തെ ടേബിളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വീട്ടിലെ ആൾക്കാർ. ഹായ്. വലിയൊരു മരത്തിൻ്റെ അതേ കട്ടിക്കാനെ വെച്ചിട്ട് ആണ് കേട്ടോ ആ ഒരു ടേബിൾ ഉണ്ടാക്കിയേക്കുന്നത്. എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇവിടെ വലിയൊരു മല, ആ മലയുടെ മേലെയാണ് ഈ ഒരു വീടുള്ളത്. പ്രധാനപ്പെട്ട കൃഷി എന്താണെന്നറിയാമോ? എന്നോട് ഇതിൻ്റെ പേര് പറഞ്ഞത് ബുംബോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എന്തോ വെറൈറ്റി ആണെന്ന്. നമ്മുടെ ചേനയില്ലേ, ചേനയുടെ കൃഷിയാണ്. ഇന്തോനേഷ്യയിൽ ചേന എങ്ങനെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ, നോക്കാമല്ലോ. അങ്ങ് താഴെ അവിടെയൊക്കെ ഉണ്ട്. അതൊരു മസ്ജിദാണെന്ന് തോന്നുന്നു, അത് മസ്ജിദാണ്. അതുകൂടാതെ ഇവിടെയായിട്ട് ആ ഒരു മലയുടെ മേലെ മറ്റൊരു വീടുണ്ട്. ഇങ്ങനെ കൃഷിയിടത്തിൻ്റെ നടുക്കായിട്ട് വീടുകൾ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെയുള്ള ഒരു താമസമൊക്കെ വന്നേക്കുന്നത്. ഇത് വന്നിട്ട് ഏർമാടം പോലത്തെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതുകൂടാതെ നാരങ്ങ പോലത്തെ എന്തെല്ലോ വെറൈറ്റി കൃഷികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരെണ്ണമൊന്നുമല്ല, പല കൃഷികൾ ഇവിടെയുണ്ട്. അതിനുശേഷം ഇവിടെ കൃഷി ചെയ്യുന്ന ഈ ഒരു ബനിയനിട്ട് ചേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒരു കൃഷിയിടമൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ചേന കൃഷിയെ പറ്റി വലിയൊരു ക്ലാസ് തന്നെ എടുത്തു തന്നു. പുള്ളിക്കാരൻ അറിയത്തില്ലല്ലോ നമ്മുടെ നാട്ടിലും ഈ ഒരു കൃഷിയുണ്ട്, ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. പുള്ളിക്കാരനുണ്ടല്ലോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് ഈ കൊമേഴ്ഷ്യലായിട്ട് തന്നെ ഈ കൃഷികൾ ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പം ഇവിടെ ചേനയുടെ കൃഷി, അതിൻ്റെ കൂടാതെ കോഫി, പിന്നെ ദുരിയാന്, ഓറഞ്ച്, അങ്ങനെ പല കൃഷികൾ പുള്ളി ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അതിലുണ്ടല്ലോ ഈ ചേനക്കൃഷി ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അതായത് ഇതുണ്ട്, നിങ്ങൾ കള വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളുടെ നാട്ടിലൊക്കെ കൂടം കുത്തിയിട്ടില്ല ചെയ്യുന്നത്. പക്ഷേ ഇത് കൂടം കുത്താതെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തില്ലേ, അതിൻ്റെ അകത്ത് ഷീറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള പറിക്കേണ്ട പരിപാടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. സാധനം അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടാകും എന്നാണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഇതുണ്ട്, നിങ്ങൾ കോഫി, ഇഷ്ടം പോലെ കോഫീൻ്റെ ഇതും നട്ടിട്ടുണ്ട്. അതും കുറേ എണ്ണം ഒരുമിച്ച് കുറേ എണ്ണം നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻബിറ്റ്വീനായിട്ട് ഇതുണ്ട്, നിങ്ങൾ നമ്മുടെ മുളകിൻ്റെ കൃഷിയും അതും ഉണ്ട് കേട്ടോ. ഈ നടുക്ക് കാണുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ കൃഷിയാണ്. ഇവർ ഈ ഒരു പൊറാങ് എന്നാണ് ചേനയ്ക്ക് ഇവിടെ പേര് പറയുന്നത്. ആക്ച്വലി ഇവർ ആദ്യമേ പൊറാങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇവിടെ വന്ന സാധനം കണ്ടപ്പോഴാണ് ഇതാണെന്ന് മനസ്സിലായത്. ഈ ഒരു സാധനം ഇവർ ശരിക്കും ഇവിടെ അല്ല അധികം കഴിക്കുന്നത്, ചൈനയിലോട്ട് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചേന കൃഷി ചെയ്തിട്ട് അത് ചൈനയിലോട്ട് കയറ്റി അയക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവർക്ക് അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ അറൗണ്ട് ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപയും, അതുകൂടാതെ കൂടുതൽ പൈസ എന്ന് പറയുന്നത് എത്ര 80 രൂപ കിലോയ്ക്ക്, 80-85 രൂപ വരെയൊക്കെ കിട്ടും അത്രേ. അതിൻ്റെ നടുക്ക് നമ്മളുടെ ദുരിയാൻ്റെ മരമുണ്ട് കേട്ടോ. ദുരിയാൻ നിങ്ങൾക്കറിയാമല്ലോ, 2 കളറുണ്ടാവും ഇലയ്ക്ക്. ബാക്ക് സൈഡിൽ ഈ കളറും അതുപോലെ തന്നെ ഫ്രണ്ടിൽ മറ്റൊരു കളറും. ദുരിയാൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇന്തോനേഷ്യയിൽ ദുരിയാന് ഭയങ്കര ചിലവാണ്. ഇന്തോനേഷ്യ, അതുപോലെ തന്നെ മലേഷ്യ, പിന്നെ വന്നിട്ട് തായ്ലൻഡിലൊക്കെ ദുരിയാന് വൺ ഡിമാൻഡാണ്. ബൂത്തി എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ 20 ഹെക്ടർ ഈ ഒരു മലമേഖലയിൽ ഇദ്ദേഹം ഈ ഒരു മിക്സ്ഡ് കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു കൃഷിക്കാരനെ നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവരെല്ലാവരും തന്നെ ബേസിക്കലി കൃഷിക്കാർ തന്നെയാണ്. പ്രധാനമായിട്ടും ഇവരുടെയൊക്കെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽപ്പാടങ്ങളും മറ്റുമാണ്. പുള്ളിക്കാരൻ പക്ഷേ കുറച്ചും കൂടി നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ കാണുന്ന കുരുവില്ലേ, ഇതാണ് ഇവർ നട്ടിട്ട് ചെടിയാക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ദൈവമേ, ഇനിയിപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച ചേന തന്നെയല്ലേ? എനിക്കറിയാവുന്നത് ചേനയുടെ ആ ഒരു എന്താ പറയുക, ചേന എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മുള വരുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് അത് നടാറുള്ളത്.
അച്ചാച്ചനൊക്കെ, അതായത് അമ്മയുടെ അച്ഛനൊക്കെ കൃഷിയുണ്ട്, ഇത് ചേന കൃഷിയൊക്കെ ഉണ്ട്. ഞാനങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനിങ്ങനെ ഒരു കുരു വരുമെന്നും ഈ കുരുവിൽ നിന്നും നടുവെന്നുള്ളത് ചേട്ടാ അതെനിക്ക് പുതിയ അറിവാണല്ലോ. നാട്ടിലങ്ങനെ നടുവോ? എനിക്കറിയാവുന്ന ചേനയല്ലേ ഇനി ഈ ചേന. ദൈവമേ. അതിൻ്റെ വിത്തെടുത്ത് നട്ടിട്ട് ആ ചെറിയ ചേന മുളച്ച് വരുന്നുണ്ടോ? അതിവിടെ ഉണ്ട് കേട്ടോ. ചേട്ടാ ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ. ഇത് നമ്മുടെ ചേന തന്നെയാണോ ഈ ചേന, അതോ വേറെ വല്ല ചേനയാണോ എന്ന്? ഇവിടെ ചേനേൻ്റെ കൂടെ തന്നെ നമ്മളുടെ വനിലയില്ലേ, വനിലയുടെ കൃഷിയും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പുള്ളി എല്ലാം ഒറ്റ സ്ഥലത്ത് ഒരുമിച്ച് ചെയ്തേക്കാണ്. കോഫി ഇവിടെയുണ്ട്, നൈസ്. അതുകൂടാതെ ഈ ഒരു മരം കണ്ടു നിങ്ങൾ, ഇത് ചിങ്ചാവു എന്ന് പറയുന്നൊരു മരമാണ്. അതായത് ഇത് അരച്ച്, ഇതിൻ്റെ ഇല അരച്ച് സെറ്റാക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ജെല്ലിയായിട്ട് മാറും അത്രേ. അപ്പം അതിൻ്റെ കൃഷിയും ഇവിടെയുണ്ട് കേട്ടോ. ചേട്ടാ ചിങ്ചാവു. ബൈ ബൈ. ഓക്കെ, സീ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇവരുടെ ഒരു ഫാം ഹൗസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണേ. ഈ ചൈനക്കാർക്ക് എന്തിനാണ് ചേന എന്നറിയാവോ? നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നൂഡിൽസ് എന്ന് കേൾക്കുമ്പം ഒറ്റ നൂഡിലല്ലേ, ഇതാ അവിടുത്തെ ഒരു വീടാണ് കേട്ടോ. നല്ല രസമുണ്ട് വീട്. ആ ഒറ്റ നൂഡിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഈ നൂഡിൽസിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ചേനയുടെ നൂഡിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ കപ്പയുടെ നൂഡിൽസ്, പൊടിക്കാൻ പറ്റുന്ന എല്ലാ സാധനം കൊണ്ടും പൊടിച്ച് നൂഡിൽസ് ഉണ്ടാക്കി സെറ്റാക്കുവേ. തിരിച്ചെത്തിയപ്പോഴേ എന്നോട് ചോദിച്ചു വിശക്കുന്നില്ലാന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. എന്നാൽ വാ മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ചൂണ്ട എടുത്തിട്ട് ഇറങ്ങി. എവിടെയെന്നറിയാമോ? തൊട്ടിപ്പുറമുള്ള ഒരു കുളം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാ വീടിനോടും ചേർന്ന് കുളങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മീനുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ട സമയത്ത് ഇവരിങ്ങനെ പോകും, ചൂണ്ടയിടും, എന്നിട്ട് മീനെ പിടിക്കും കേട്ടോ. അതൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. അതുകൂടാതെ തിന്നാനുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും. ഇഷ്ടംപോലെ മീനുണ്ട് എന്ന് പറഞ്ഞാലും എപ്പോഴെപ്പോഴും കടിക്കുന്നില്ല കേട്ടോ. ആ ഉണ്ട്, കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ കിട്ടും. ആ കുക്കായി. യെസ്, ഒരാളെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ പുഴയിലൊക്കെ പോയി പിടിക്കണമെങ്കിൽ എത്ര പാടുണ്ട്. ഇവിടെ നിന്നാകുമ്പോൾ സ്വന്തം കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക, എൻ്റർടൈൻമെൻറ്റുമായി, അതിൻ്റെ കൂടെ തന്നെ ഫുഡുമായി. ഓക്കെ, ഇതെന്തോ തിലോപ്പിയ അല്ലല്ലോ, മുജായിർ എന്നാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ ഇവിടുത്തെ പേര്. യെസ്, ഇനിയിപ്പം എന്നോടും പിടിച്ചോളാൻ പറഞ്ഞു കേട്ടോ, ഞാനും പിടിക്കാം. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വിളി വന്നത്. ഇവരുടെ ഒരു ചെറിയ കാടമത്തിൻ്റെ തോട്ടം ബാക്ക് സൈഡിലുണ്ട്. അതിൻ്റെ പുറകിൽ നെൽപ്പാടങ്ങൾ കണ്ടില്ല നിങ്ങൾ, ടെറൈസ് ഫാമിങ്. അതിൻ്റെ അവിടെ പിന്നെ ഇവിടുത്തെ നമ്മളുടെ തേങ്ങ. അപ്പം കരിക്ക് പറിക്കാം, കഴിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കരിക്ക് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വള്ളിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇതാ വലിഞ്ഞു കയറുന്നത് കരിക്കിൻ്റെ മേലെ, തെങ്ങിന് മേലെ. താങ്ക് യു. ശരിക്കുണ്ടല്ലോ ഇവരുടെ വീടും പറമ്പും ഒക്കെ നിൽക്കുന്ന സ്ഥലം കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. ഇതുണ്ട്, 2 വീടാണ്, ഒന്ന് അതുപോലെ 2 രണ്ടും ഒരു ഫാമിലിയുടെ തന്നെയാണ്. അപ്പം ആ ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു ബിൽഡിങ് വന്നിട്ട് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഈ വിളകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള സ്റ്റോർ റൂമാണ്. അതുകൂടാതെ ഇതുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ ആ ഒരു ഫിഷിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. എല്ലാം തെങ്ങ്, മാവ്, കവുങ്ങിൻ്റെ ആവശ്യമില്ല, കപ്പ ഒക്കെയും അടുത്തടുത്തുണ്ട്. ഇഷ്ടംപോലെ മീനുകളുമുണ്ട്. കരിക്ക് കൊത്തി കരിക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇവിടെ കിട്ടുന്ന കണ്ടൻസ്ഡ് മിൽക്കില്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അവർ കുടിക്കുന്നത്. എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്ട്രോയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. നൈസ്, ഡിഫറെൻറ്റ് ടേസ്റ്റ്, എക്സ്ട്രാ ടേസ്റ്റ്.
കുക്ക് ബീമ എന്ന് പറയുന്ന എന്തോ ഒരു ഫ്ലേവർ കൂടിയേ, അതുകൂടി അതിൻ്റെ അകത്ത് ഇതാ കരിക്കേണ്ടി ഇതും കൂടി ചിരണ്ടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് കൂടി ഇവർ ഉണ്ടാക്കും കേട്ടോ. ശരിക്കേ ആ കരി കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഇത് പിന്നെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ആണല്ലോ. ഓ നൈസ് സാധനം. സ്ട്രോബെറിയുടെ എന്തൊക്കെയോ ഫ്ലേവറൊക്കെ ഇതിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്യാസ് പോലെ എന്തെങ്കിലും ഉണ്ടല്ലോ. നമ്മുടെ ഫിഷ് പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇത്രയും മീനുകളുണ്ട് കേട്ടോ. ഇതാ ഇത്രയും മീനുകളുണ്ട്. ഓക്കെ, നിങ്ങളെ ഇവിടെ ഒരു സാധനം കണ്ടോ? ഇത് ഗ്യാസോലിനാണ്. അതായത് എന്തോ ഒരു ഓയിലാണ്. ഇതെങ്ങനെയാണ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇവർ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. പ്ലാസ്റ്റിക്കില്ലേ, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഇവരുടെ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക്കുകൾ. ആ പ്ലാസ്റ്റിക്കുകൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കത്തിക്കും. കത്തിച്ചിട്ട് ഈ സാധനം ഇതിലേ ഇങ്ങനെ ഊറി വരും. ആ ഒരു സാധനം എന്നിട്ട് ഇവർ കുപ്പിയിൽ കളക്ട് ചെയ്യും. എന്നിട്ട് ഇവർ വീട്ടിൽ വിറക് കത്തിക്കുന്നതിനും അതിന് വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും ഈ ട്രാക്ടറിനൊക്കെ ഓയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്താ ഇവിടെ ഇതുണ്ടോ ഇത്ര ഇതായിട്ട് ശരിക്കും പ്ലാസ്റ്റിക്. ഓക്കെ കണ്ട കത്തുന്നുണ്ടാ. വീട്ടിൽ തന്നെ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും. നൈസ്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ അതിൻ്റെ അകത്ത് വന്ന് ഉറ്റി വീഴുന്നത്. നൈസ്. എന്താ വേറെ ഒന്നിൻ്റെ അകത്തോട്ട് കളക്ട് ചെയ്യുന്നു. എന്താ അടിയിൽ തീ കത്തിച്ചിട്ട്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമല്ല പ്ലാസ്റ്റിക്കിൽ നിന്ന്. ഇത് എൻ്റെ പുതിയൊരു അറിവാണ് കേട്ടോ. ശരിക്കും ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ നിന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചിങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുൾ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു യാത്രയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ നാട്ടിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ആദ്യത്തെ മലയാളിയൊക്കെ ഞാനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എൻ്റെ ഒരു രൂപമായി ഞാൻ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരുന്ന നമുക്ക് തന്ന സ്പെഷ്യൽ ട്രീറ്റൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അപ്പം ഈ നാട്ടിലുള്ള ആളുകളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് മേളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഒന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. അവരുടെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കാൻ. ആദ്യം ഇവിടെ നിന്ന് ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ട്. ഇനിയിപ്പം ഫോട്ടോ എടുക്കേണ്ട ആളുകളുടെ അങ്ങടേക്ക് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ജീവിതത്തിൽ ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കൂടെ നമ്മളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളിങ്ങനെ ആഗ്രഹിക്കുക, അതിന് വേണ്ടി നമ്മളിങ്ങനെ പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് വേറെ രാജ്യത്തിലൊക്കെ ആകുമ്പോഴേ ഞാൻ ക്യാമറ എടുത്തപ്പോൾ എല്ലാവരും ഓടിയല്ലോ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം വന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് കേട്ടോ ഇവരുടെ പ്രധാനപ്പെട്ട എന്താ പറയുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ 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 ഓക്കെ ലെറ്റ്സ് ഗോ. അങ്ങനെ എല്ലാവരും എന്താ കുരുന്നുകളുടെയും എല്ലാവരുടെയും കൂടെ ടാറ്റാ. ഓക്കെ, അപ്പം ഫോട്ടോസൊക്കെ എടുത്തു. ഷാരൂഖ് ഖാൻ കുച്ചു കുച്ചു ഹോത്താ ഹേ. സുധി യെസ്. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഫോട്ടോ ഞാൻ വന്നിട്ട് റോഡ് വരെ ബ്ലോക്ക് ആയില്ലേ ദൈവമേ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ബൈ ബൈ. ഓക്കെ. എന്ത് ചെയ്യാനാന്ന് നോക്കണേ. നാട്ടിലൊക്കെ സിനിമാക്കാർ വരുമ്പോൾ ഒക്കെ അല്ലേ ബ്ലോക്ക് ആകുന്നത്. ഇത് നോക്കി നിങ്ങൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യത്ത് റോഡ് ബ്ലോക്കൊക്കെ ആവുന്ന പരിപാടി അത് പിള്ളേരെ പറയുന്ന രസമുള്ള പരിപാടി കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വീടാണ് കേട്ടോ. പുള്ളിയുടെ മദറാണിത്. എനിക്ക് വേണ്ടി കോഫീൻ്റെ പൗഡറൊക്കെ വാങ്ങിയിട്ട് വന്നേ കോഫി ഉണ്ടാക്കി തരാൻ വേണ്ടി ചേട്ടാ. ഇവിടെ ഒരാൾ കണ്ടല്ലോ, അവൻ്റെ വണ്ടിയെല്ലാം എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താ അവൻ്റെ വണ്ടിയാണ്ട്
പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒരു രസമാണല്ലോ ശരിക്കും. ഇവരൊന്നും എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ പുറത്തെ രാജ്യത്തു നിന്നൊക്കെ ഒരാൾ വരുന്നത്, അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും പണ്ട് ചെറുപ്പത്തിൽ ഏതെങ്കിലുമൊക്കെ വിദേശികളായിട്ടുള്ള ആളുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് രസമായിരിക്കുമല്ലോ. ഇൻസ്റ്റൻറ്റ് കോഫി. താങ്ക് യു മമ്മ. തെർമക്കാസി. ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞ് അങ്ങനെയല്ല കുടിക്കണ്ടേ, ഇങ്ങനെയാണെന്നേ. ആ സൗണ്ട് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ കോഫിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. ഇവരങ്ങനെ കുടിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ്. ഓക്കെ, ഇനിയിപ്പം നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് നടക്കുക കേട്ടോ. ഗ്രാമേ പതുക്കെ ഇതാ ഉറങ്ങി തുടങ്ങുകയാണ്. Oke. Gua tuh alhamdulillah banget bisa ketemu saudara, bisa nambah teman juga. Cuman kayaknya gua nggak bisa nganterin karena Thank you. kurang. Okay. I am sorry for my bad translation. Okay. Wow, it's good translation. Likely I got you. Still learning. ഓക്കെ. അപ്പോൾ ഇവരോടെല്ലാവരോടും ബൈ പറഞ്ഞ് നമുക്ക് ഈ ഒരു നാടിനോട് ബൈ പറഞ്ഞ് നേരെ ജക്കാർത്തയിലേക്ക് തിരിച്ചു പോകേണ്ട ടൈമായി കേട്ടോ. ഇവിടെ നിന്നും ബസ്സിലൊന്നും അല്ലാതെ ഡയറക്റ്റ് ജക്കാർത്തയ്ക്ക് പോകാനുള്ളൊരു വഴി നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കാറില്ലേ, ഈ കാണുന്ന കാർ അങ്ങ് ജക്കാർത്ത വരെ പോകുന്നതാണ്. പ്രൈവറ്റായിട്ട് ആളുകൾ ഇങ്ങനെ ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ് കേട്ടോ. ഇദ്ദേഹമാണ് അതിൻ്റെ ഡ്രൈവർ. അപ്പം ഇവരൊക്കെ ഞാൻ വഴിയിൽ അന്നേരം ഇപ്പോൾ പരിചയപ്പെട്ട ആളുകളാണ്. അങ്ങനെ അദ്ദേഹം രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് പിറ്റേ ദിവസം പുലർച്ചയോട് കൂടിയിട്ട് നമ്മൾ ജക്കാർത്തയിലേക്ക് എത്തിച്ചേർന്ന് കേട്ടോ. നേരെ പോയത് നമ്മളുടെ വാങ്ങിൻ്റെ ആ ഒരു പോരുകോഴികളെയൊക്കെ വളർത്തുന്ന ഈ ഒരു ഫാമിലേക്കാണ്. ഇവിടെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി, അതിനുശേഷം ഒന്ന് കുളിച്ച് റെഡിയായി വാങ്ങിൻ്റെ ബ്രദറിനോടൊക്കെ ബൈ പറഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. ബൈ ബൈ. Hati-hati. യെസ്, ഇവിടെ പറയേണ്ട ടൈമായി കേട്ടോ. നമ്മളുടെ വണ്ടി വന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഒരു ബൈക്ക് ടാക്സിയും പിടിച്ച് നേരെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അധികം വസിക്കുന്ന ജക്കാർത്തയുടെ തന്നെ ആ ഒരു കോട്ട പോലത്തെ ടൗൺ ഏരിയയിലേക്ക് വന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നേരെ വന്നത് നമ്മളുടെ മർത്തബാഖറിലേക്കാണ്. ഇവിടെ അഭിജിത്ത് ബ്രോ നമ്മളെ കാത്തുവെപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രോയിനൊക്കെ കണ്ടു. എൻ്റെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വണ്ടി പിടിച്ച് ഇവരോടൊക്കെ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാണ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.